അങ്ങനെ ഒരു വർഷം കൂടി കടന്നു പോവുകയാണ്. 2025 എന്ന് പറയുന്ന വർഷം ഓർമ്മയുടെ ചെപ്പിലേക്ക് അടയ്ക്കപ്പെടാൻ ഇനി അധികം ദിവസങ്ങളില്ല. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഒരു പുതുവർഷത്തിൻ്റെ ആർപ്പുവിളികളും ആഘോഷങ്ങളും ആവേശങ്ങളും പുതുവെളിച്ചവും നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തു നേടി, എന്ത് നഷ്ടപ്പെട്ടു, എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങളെല്ലാം അവശേഷിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പുണ്ട്, വരും വർഷങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് പ്രതിജ്ഞകളും ഒക്കെ ആയിട്ട് നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നേർത്ത വ്യസനം, ഒരു നേർത്ത മഞ്ഞുപാളി പോലെ എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ തെളിയുകയാണ്. ഒരു വല്ലാത്ത മൂടൽ പോലെ നാം എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ഈ കാണുന്ന പച്ചപ്പ്, ഈ ഹരിതാഭ, ഇവിടെ ഒരു ചെടി, ഇവിടെ ഒരു കർഷകനില്ലെങ്കിൽ നിലയ്ക്കാവുന്ന ശ്വാസത്തിൻ്റെ താളം എന്തുകൊണ്ട് നാം മനസ്സിലാക്കാതെ പോകുന്നു? മഞ്ഞ് പിടിച്ച ഒരു ജനാലയുടെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന അന്ധകാരത്തിൻ്റെ തിമിരം ബാധിച്ച കണ്ണുകളുമായി നാം എന്തൊക്കെയോ ചെയ്യുകയാണ്. രണ്ടോ മൂന്നോ നില കെട്ടിടങ്ങൾ പണിതുയർത്തി ആ കോൺക്രീറ്റ് ഭവനങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റിൻ്റെ വൻമതിലുകൾ തീർത്ത് വീടിന് ചുറ്റും CCTV വെച്ച് സുരക്ഷിതനാണ് എന്ന് ഉറപ്പുവരുത്താൻ മാത്രം എന്താണോ നമുക്കൊക്കെ നഷ്ടപ്പെടാനുള്ളത്? ഈ ഹരിതാഭ, ഈ പച്ചപ്പ് നിലനിർത്താൻ ഓരോ കർഷകനും വിയർക്കുന്നുണ്ട്. ആ വിയർപ്പിൻ്റെ വില അതറിയാതെ നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. അത് ഭക്ഷിച്ചിട്ട് ഇതിന് ടേസ്റ്റില്ല, ഇതിന് ഗുണമില്ല, ഇതിന് കളറില്ല, ഇതിന് ഇത്ര വിലയില്ല എന്ന് പറഞ്ഞ് കളിയാക്കാൻ മാത്രം സമയം കണ്ടെത്തുന്ന നമ്മൾ ഒന്നാലോചിക്കുക.